ദിവസം നമ്മൾ കഴിഞ്ഞാഴ്ചത്തെ ഞായറാഴ്ച നമ്മുടെ MD-ന്റെ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇന്നും ഇവിടെ കൂടിയിരിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ഇനി ആരെങ്കിലും വരാന് ബാക്കി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പൊ നമ്മള് ഒരുപാട് പ്രോഡക്ട്സിനെ പറ്റിയിട്ട് വരുന്ന 2-3 ആഴ്ചകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി നമ്മള് ഓരോ പ്രൊഡക്ട്സിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഹലോ സാദി മേഡം, നിങ്ങൾ ഇപ്പം മോണിറ്ററിംഗുള്ള ഡിവൈസ് മിനിമൈസ് ചെയ്തിട്ട് നമ്മളെ PPT പ്ലേ കൊടുക്കും. വലതുഭാഗത്ത് ബോട്ടം ലെവൽ പ്ലേ ഓറഞ്ച് കളർ ഇതിൽ മാറുന്നില്ലേ സാറേ? ഫുൾ സ്ക്രീനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. സ്ക്രീൻ ഷെയർ ആവുന്നുണ്ടോ അനീസ് സാറേ? പിന്നെ അത് അൻസാർ പറഞ്ഞ പോലെ പ്ലേ ആയില്ല. സ്ക്രീൻ ഷെയർ ആണ്, പ്ലേ ആയിട്ടില്ല. ഓക്കെ, സ്ക്രീൻ ഷെയർ ആവുന്നുണ്ട്. നമ്മളെ ആ പ്ലേ ബട്ടൺ കൊടുക്കും, നേരെ താഴെ ഓറഞ്ച് കളറിലെ പ്ലേ ബട്ടൺ. ഇവിടെ ഞാൻ സ്ക്രീൻ ഒന്നും കാണുന്നില്ല. ഞാൻ മാർക്ക് ചെയ്ത് ഒന്ന് വാട്സപ്പിലേക്കാ, നോക്ക്. കാണുന്നില്ല ജി സാറേ? സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ട്. ഓക്കെ, കാണുന്നില്ല സ്ക്രീന്? കാണുന്നുണ്ട്. ഓക്കെ. ജി സാറേ കാണുന്നില്ലേ? കാണുന്നുണ്ട് മാഡം. ഓക്കെ. അപ്പോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്ട്സുകൾ ഓരോ ആഴ്ചയും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കുറെ ആൾക്കാർ, വളരെ സന്തോഷമുണ്ട്, ഒരുപാട് ആൾക്കാർ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് കൊണ്ട് കാണുന്ന മീറ്റിംഗ്സിലൊക്കെ പറയാറുണ്ട്. നല്ല ഫീഡ്ബാക്ക് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. നല്ല പ്രൊഡക്റ്റ് ട്രെയിനിങ് ആണ്. നന്നായിട്ട് ഓരോ പ്രോഡക്ട്സുകളും നന്നായിട്ട് ഫീൽഡിൽ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഒരുപാട് ആളുകൾക്കുള്ള സംശയങ്ങളൊക്കെ സ്വന്തമായിട്ട് പറഞ്ഞു കൊടുക്കാനും മാഡത്തിന്റെ പ്രൊഡക്റ്റ് ട്രെയിനിങ് കൊണ്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? മാക്സിമം നോളേജ് അക്വയർ ചെയ്യുക, നേടുക. അപ്പൊ ഈ പ്രോഡക്ട്സിനെ പറ്റിയിട്ടും നമുക്കറിയാം, മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്ട്സുകൾ, ഇതിന്റെ പുറമെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ പല കമ്പനികളും പല രീതിയിലും മാർക്കറ്റ് ചെയ്യുന്നു. ഏത് മാർക്കറ്റ് പോകുന്ന സമയത്തും നമ്മൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ തന്നെയാണ്. കാരണം കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സമയത്ത് ഏത് പ്രൊഡക്ട്സും നമ്മൾ പറയുന്ന സമയത്ത് അവർ അതിന് പകരമായിട്ട് ഈ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ദിനം പ്രതി നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളും നന്നായിട്ട് പരിചയപ്പെടുന്നുണ്ട്. ഇപ്പൊ നമ്മളെ പ്രൊഡക്ട്സുകൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? നമ്മൾ നന്നായിട്ട് നമ്മളെ പ്രൊഡക്ട്സിനെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് യൂസ് ചെയ്യുക. ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് പ്രോഡക്റ്റ് ട്രെയിനിങ്ങുകൾ എടുക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ നേരിട്ട് കണ്ട സമയത്ത് മാഡം എങ്ങനെയാ പ്രോഡക്റ്റ് ട്രെയിനിങ് എങ്ങനെയാ പഠിച്ചത്, എങ്ങനെയാ ഇതിങ്ങനെ എടുക്കാനുള്ള കാരണം എന്താണ്? അപ്പൊ എനിക്ക് എല്ലാവരോടും പറയുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ പ്രോഡക്ട്സുകൾ നന്നായിട്ട് ഉപയോഗിക്കുക, പ്രോഡക്ട്സിനെ നന്നായിട്ട് ഇഷ്ടപ്പെടുക, പ്രോഡക്ട്സിനെ പറ്റി നന്നായിട്ട് പഠിക്കുക. കാരണം ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു ഫീൽഡിൽ എത്തുന്ന സമയത്ത്
ജനങ്ങൾ എപ്പോഴും എന്താണ് സംശയാസ്പദമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മാർക്കറ്റിൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അതിനെ സിമ്പിളായിട്ട് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ഓരോ പ്രോഡക്ട്സുകളെ എക്സ്പ്ലെയിൻ ചെയ്ത് കമ്പയർ ചെയ്ത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോ ഒരു സാറോ ഒരു മാഡോ ഇതിനെപ്പറ്റി പരിചയപ്പെടുത്തുമ്പോൾ അവർ പറയും, ഇവർക്ക് ഇത് നന്നായിട്ട് ഇതിനെപ്പറ്റി നല്ല ആധികാരികമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാം, കൃത്യമായിട്ട് ഇവർ ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താവും? സെയിൽ ഓട്ടോമാറ്റിക്കലി കൂടും. അതേപോലെ നമ്മൾ പഠിക്കുക, നമ്മളെ കൂടെയുള്ള ടീമിൽ വരുന്ന ആളുകൾക്കും ഈ പ്രോഡക്റ്റ് ട്രെയിനിങ് ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ ടീമിൽ തന്നെ ഉണ്ട്, നന്നായിട്ട് ടീച്ചിങ്ങിനൊക്കെ താല്പര്യമുള്ള ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക? മാക്സിമം പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് നമ്മളെ പ്രോഡക്റ്റ് ട്രെയിനിങ്ങുകൾ എല്ലാ ഞായറാഴ്ചയും നടക്കുന്ന എല്ലാ പ്രോഡക്റ്റ് ട്രെയിനിങ്ങുകൾ RK സാറും ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഈ പ്രോഡക്റ്റ് ട്രെയിനിങ്ങുകൾ നന്നായിട്ട് ഉപയോഗിക്കുക, ടീമിൽ നന്നായിട്ട് ഇത് പ്രൊമോഷൻ ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ആണ് വൈറ്റമിൻ D3 അല്ലെ? നമ്മളെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് എന്ത്? വൈറ്റമിൻ D3 അല്ലെ? വൈറ്റമിൻ D3 എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ചെറിയ കുട്ടികൾ മുതൽ ഇന്ന് ഒരുപാട് ആളുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിച്ചു വരുന്ന പ്രശ്നമാണെന്ത്? ഡോക്ടറെ അടുക്ക പോയി കഴിഞ്ഞാൽ പറയും മുട്ടിന് വേദന അല്ലെ? ഞാൻ ഈ പ്രോഡക്റ്റ് പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സുകൾ പരിചയപ്പെടുത്തുമ്പോൾ ആ പ്രോഡക്ട്സ് നമ്മൾ ഒരാളെടുക്ക കൊടുത്തു. അപ്പൊ ചില ആള് പറയുന്നുണ്ട് എനിക്ക് പെട്ടെന്നൊന്നും റിസൾട്ട് ഇതിനെ കൊണ്ട് കിട്ടിയില്ല. കാരണം എന്തുകൊണ്ടാ പറയാൻ കാരണം? നെഗറ്റീവ് അല്ല, നമ്മൾ എന്ത് ചെയ്യണം? ഒരു മുട്ടുവേദന പോലെയുള്ള കാലുകളിൽ ഉണ്ടാവുന്ന വേദനകൾ പ്രധാനമായിട്ടും നമ്മൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളെ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സുകൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ എന്തും കൂടി എടുത്തു വെക്കുക, അവരോട് വൈറ്റമിൻ ഡിന്റെ ടെസ്റ്റ് ചെയ്യാനും കൂടി നിങ്ങൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുക. കാരണം വൈറ്റമിൻ ഡിന്റെ ടെസ്റ്റ് എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 30നും 100ന്റെ ഇടക്കാണ് വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ ഇത് കുറയാണെങ്കിൽ ചില ആളെ ശരീരത്തിൽ 10ൽ താഴെയൊക്കെ അങ്ങോട്ട് കാണാം, 9, 10, 11 ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോ ആ ഡെഫിഷ്യൻസി എന്ത് ചെയ്യണം? അത് കൂട്ടിയാൽ വൈറ്റമിൻ ഡിന്റെ ആ ഒരു അളവ് നമ്മൾ കൂട്ടുന്ന സമയത്ത് എന്താണ് ഇതിന്റെ റിസൾട്ട്? അവർക്ക് ആ വേദനകളൊക്കെ കുറയാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, മുട്ടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് പറയുമ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ വൈറ്റമിൻ ഡി ഈ പ്രോഡക്റ്റ് വൈറ്റമിൻ D3 എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പൊ ഇത് ഉപയോഗിക്കുന്ന എന്തുകൊണ്ടാണ്? നമുക്ക് എങ്ങനെ വൈറ്റമിൻ ഡി നമ്മളെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡോക്ടേഴ്സ് ഒക്കെ പറയും അല്ലെ? ചില ആളുകൾക്ക് വൈറ്റമിൻ ഡിന്റെ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കും, വൈറ്റമിൻ D3ന്റെ. ഇത് കഴിക്കാൻ വേണ്ടി പറയും. അതേപോലെ തന്നെ നന്നായിട്ട് വെയിൽ കൊള്ളാൻ പറയും അല്ലെ? വെയിൽ കൊള്ളാന്ന് പറയുമ്പോൾ പല ആൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് അല്ലെ? ഏത് സമയത്താ വെയിൽ കൊള്ളേണ്ടത്? അപ്പൊ പല ആളും വിചാരിക്കും രാവിലത്തെ വെയിലാണ് നമ്മൾ കൊള്ളേണ്ടത്. ശരിക്കും നമ്മൾ ഏത് സമയത്തെ വെയിലാണ് കൊള്ളേണ്ടത്? ആക്ച്വലി നമ്മൾ കൊള്ളേണ്ട വെയില് 12 മണിന്റെയും 3 മണിന്റെ ഇടയ്ക്കുള്ള ഒരു 15-20 മിനിറ്റ് വെയിലാണ് ആക്ച്വലി നമ്മൾ കൊള്ളേണ്ടത്. ഇതിലാണ് നമ്മളെ ശരീരത്തിലേക്ക് എന്ത് അബ്സോർബ് ചെയ്യുക? വൈറ്റമിൻ ഡിന്റെ ആ ഒരു ഗുണം നമ്മളെ ശരീരത്തിലേക്ക് സൂര്യപ്രകാശം വഴി നമുക്ക് ലഭിക്കും. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ വൈറ്റമിൻ ഡി ചില ആൾക്കാർ സൂര്യപ്രകാശം ഒന്നും കൊള്ളാനൊന്നും വലിയ താല്പര്യപ്പെടുന്നൊന്നുമില്ല. പക്ഷെ ഈ വൈറ്റമിൻ ഡി ഇന്ന് നമ്മളെ ശരീരത്തിലേക്ക് നല്ല രീതിയിലേക്ക് നമ്മളെ ശരീരത്തിലേക്ക് കയറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് എന്ത്? വൈറ്റമിൻ D3യുടെ ഈ ഒരു സിറം അല്ലെ? ഈ സിറത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ സിറം ഇത് ലിക്വിഡ് ഫോമിലാണ് അല്ലെ? ടാബ്ലറ്റ് ഫോമിലല്ല, ലിക്വിഡ് ഫോമിലാണ് ഉള്ളത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ന് നമുക്കറിയാം വൈറ്റമിൻ ഡി എന്ന് പറയുന്ന സംഭവം നമുക്ക് എങ്ങനെയാണ് പ്രധാനമായിട്ട് കിട്ടുന്നത്? സൂര്യപ്രകാശം വഴി കിട്ടണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി നമുക്ക് കിട്ടണം. പക്ഷെ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ശരീരത്തിൽ നമുക്കിത് കിട്ടുന്നുണ്ടോ? വെയിലൊക്കെ കൊള്ളാന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് വെയിൽ കൊണ്ടാൽ കറുത്തു പോകും എന്നുള്ളൊരു പേടിയുണ്ട് അല്ലെ? അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ വെയിൽ കൊള്ളുന്ന സമയത്ത് ഏത് സമയത്ത് കൊള്ളുക? ഈ പറഞ്ഞ 12 മണിന്റെയും 3 മണിന്റെ ഇടയ്ക്കുള്ള വെയിലൊക്കെ നമ്മളെ കസ്റ്റമറോട് പറയുക, നിങ്ങൾ ഈ സമയത്തുള്ള വെയിലാണ് കൊള്ളേണ്ടത് എന്നുള്ളത്. അപ്പൊ ഈ വൈറ്റമിൻ D3 കുറഞ്ഞാൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ഒന്ന് ഞാൻ പറഞ്ഞു, നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാലുകളിലും കയ്യിലൊക്കെ ഉണ്ടാകുന്ന വേദനകൾ ക്രമാതീതം കൂടിക്കൊണ്ടിരിക്കും.
2 വൈറ്റമിൻ ഡി കുറഞ്ഞാൽ നമ്മളെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ശരീരത്തിന്റെ കവചമായിട്ടുള്ള ആ ഒരു പ്രതിരോധ ശേഷി, ആന്റിബോഡി എന്തായിരിക്കും, നഷ്ടപ്പെട്ടു പോകും. ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. അതേപോലെ നമ്മളെ എല്ലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നം, എല്ലുകളിൽ ചില ആളുകൾക്ക് എല്ലിന് തീരെ സ്ട്രെങ്ത് ഉണ്ടാവില്ല എന്ന് പറയും അല്ലെ, എല്ലിന് തീരെ എന്തുണ്ടാവില്ല, ശക്തിക്കുറവ് അല്ലെ, ബലക്ഷയായിരിക്കും എല്ലിന്. അപ്പൊ ഈ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറയും പാലൊക്കെ നന്നായിട്ട് കുടിക്കണം, പക്ഷെ സത്യം പറഞ്ഞാല് പാലിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രധാന ഘടകം നമ്മളെ ശരീരത്തിലേക്ക് ഇന്ന് നമ്മളെ മാർക്കറ്റിൽ കിട്ടുന്ന പാലിലൊന്നും കൃത്യമായിട്ട് നമ്മളെ എല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി ഒന്നും നമുക്ക് കിട്ടുന്നില്ല, ശരീരത്തിനെ പെട്ടെന്ന് ആഗിരണം ചെയ്യുന്നില്ല. അപ്പോ ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ D3 കുറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എല്ലുകൾക്ക് ഉണ്ടാവുന്ന എന്താണ് ബലക്ഷയം, അതേപോലെ നമ്മുടെ ഹൃദയത്തിന് നല്ല മസിൽ പവറും, ഹാർട്ട് പേഷ്യൻസിനൊക്കെ നമുക്ക് ധൈര്യത്തിൽ എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് പരിചയപ്പെടുത്താം. ഹൃദയത്തിനും ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് ആണ് എന്ത്, നമ്മുടെ വൈറ്റമിൻ D3 എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റമിൻ D3 നിങ്ങൾ നോക്കിയാൽ മതി, ഇന്ന് കുട്ടികളടക്കം. ജി സാറേ, എക്സ്ക്യൂസ് മീ, മാഡം എന്റെ സ്ക്രീന് പോസ് ചെയ്തിട്ട് തന്നെയാണ് ഉള്ളത്. പോസ് ചെയ്തിട്ടുള്ളത് വിറ്റാമിൻ ഡി മാത്രമേ കാണുന്നു. ഓക്കെ, ഇപ്പൊ കാണുന്നില്ല സാറേ? ഇപ്പൊ ചേഞ്ച്. ഓക്കെ. അപ്പൊ ഈ വൈറ്റമിൻ D3 നമ്മൾ പരിചയപ്പെടുത്തുമ്പോ എങ്ങനെ പരിചയപ്പെടുത്തണം സാറേ? ബാക്കോട്ടുള്ള സ്ലൈഡ് കാണുന്നുണ്ടോ? മാഡം ബാക്കോട്ടേക്കുള്ള സ്ലൈഡ് മാറുന്ന കാണുന്നുണ്ടോ? ഇപ്പം ആദ്യത്തിൽ നിന്ന് ചേഞ്ച് ആയി. ഓക്കെ. അപ്പോ ഇത് പ്രധാനമായിട്ടും നമുക്ക് ആർക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാം? വൈറ്റമിൻ D3 പല ആളുകൾക്ക് സംശയമുണ്ട്, ഇത് ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇത് എല്ലാ പ്രായത്തിലും യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അപ്പൊ ഇതിനൊരു കണക്കുണ്ട്. ഈ വൈറ്റമിൻ D3 ചില ആൾക്കാർ ഇത് സിറം ഫോം ആയതുകൊണ്ട് തന്നെ, ഇത് ലിക്വിഡ് ഫോമിലായതുകൊണ്ട് തന്നെ ഇത് ഒറ്റയടിക്ക് എടുത്ത് കുടിക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇതിനൊരു കണക്കുണ്ട്. വൈറ്റമിൻ D3 എന്ന് പറയുന്ന സമയത്ത് ഞാൻ മുൻപ് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ മണി കാൽസ്യം എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾക്ക് കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത്, വൈറ്റമിൻ D3. ഇതെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം വൈറ്റമിൻ D3 പ്ലസ് മണി കാൽസ്യം, അതേപോലെ തന്നെ ഓർത്തോ ജോയിന്റിന്റെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഡക്റ്റ് നമുക്ക് ധൈര്യത്തിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് യഥാർത്ഥത്തില് 1 വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ എല്ലാ ആളുകൾക്കും ഇത് യൂസ്ഫുൾ ആണ്. അങ്ങനെ അത് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇതിനൊരു കണക്കുണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ, ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് നമ്മൾ എങ്ങനെ കൊടുക്കണം ഇത്? നിങ്ങളെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ 1 വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അതിനെങ്ങനെ കൊടുക്കണം? നിങ്ങൾ ഒറ്റ ഡ്രോപ്സ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ ഇത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി അതേപോലെ തന്നെ ഇതിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? ഇതിന് ഡോസേജ് കൂടിയാൽ നന്നായിട്ട് ഛർദി, അതേപോലെ തന്നെ വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇതിന്റെ നമ്മൾ കൊടുക്കേണ്ട അളവിൽ കൂടുതൽ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ പറയില്ല, അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ കൃത്യമായ അളവിൽ നമ്മളിത് കൊടുക്കുക. 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഇത് യൂസ്ഫുൾ ആണ്. ഇതെങ്ങനെ കൊടുക്കണം? 1 തുള്ളിയായിട്ട് കൊടുക്കുക, ചെറിയ കുട്ടികൾ 1 വയസ്സ് മുതലുള്ളതാണെങ്കിൽ. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് ഈ ബോട്ടിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. യൂസ് ചെയ്യുന്നതിന് മുമ്പേ ഇത് സിറം ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇങ്ങനെ ഡ്രോപ്സ് ആയ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഫില്ലർ കൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വായിലേക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും പല മരുന്നിന്റെയും പുറകിൽ കാണുന്നതാണ്, ചൂട് അധികം പാടില്ല, തണുപ്പ് അധികവും പാടില്ല. അതുകൊണ്ട് എപ്പോഴും എന്തായിരിക്കണം, സൺലൈറ്റ്, ഈ പറഞ്ഞ സൂര്യപ്രകാശത്തിൽ ഡയറക്റ്റ് കൊള്ളുന്ന രീതിയിൽ ഇതിന്റെ ബോട്ടിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കരുത്. ഓക്കെ. അതേപോലെ തന്നെ ഇത് കൃത്യമായിട്ട് രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഇനി ഇത് മുതിർന്നവരാണെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. ചെറിയ കുട്ടികളാണെങ്കിൽ ഇതെങ്ങനെ ഉപയോഗിക്കാം? രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങൾ ആ കുട്ടീന്റെ വായിൽ 1 തുള്ളി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് മുതിർന്ന വ്യക്തികളാണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം? ഇത് നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം
അല്ലെങ്കിൽ ലഞ്ചിന്റെ കൂടെ, ഉച്ചക്കത്തെ ഭക്ഷണമോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ എന്ത് ചെയ്യുക, ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, 1-2 ഡ്രോപ്സ്, അല്ലെങ്കിൽ ഇത് പാലിലോ അല്ലെങ്കിൽ മറ്റു ഫാറ്റ് ഫുഡ്സിൽ. ഫാറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നെയ്യൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ. അപ്പൊ ഫാറ്റ് ആയിട്ടുള്ള ഫുഡിലോ അല്ലെങ്കിൽ പാലിലോ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് ഉപയോഗിക്കുക, എന്നിട്ട് നന്നായിട്ട് കുടിക്കുക. ഓക്കെ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇത് കിഡ്നി ഫെയിലർ ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യേണ്ട. കിഡ്നി ഫെയിലർ എന്ന് പറയുമ്പോൾ ഡയാലിസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ കിഡ്നി സ്റ്റോൺ. കാരണം കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകൾക്കും നിങ്ങൾ ഇത് ഒരു കാരണവശാലും റെക്കമെൻഡ് ചെയ്യേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് പ്രൊഡക്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പ്രോഡക്റ്റിന്റെ പോരായ്മ കൊണ്ടല്ല. കാരണം കിഡ്നി ഫെയിലർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എന്താ പ്രശ്നം ഉണ്ടാവുക, ഇത് അമിതമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് കിഡ്നി പിന്നെയും ഡാമേജ് ആവാൻ തുടങ്ങും, കിഡ്നിക്ക് അത് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും. അതേപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകൾക്കോ ഇത് കിഡ്നി സ്റ്റോണിന്റെ അളവ് കൂടാൻ തുടങ്ങും. അപ്പൊ ഈ 2 വ്യക്തികൾ എന്ത് ചെയ്യുക, ഈ പ്രൊഡക്റ്റുകൾ കൊടുക്കുമ്പോൾ ഈ 2 കൂട്ടർക്കും നിങ്ങൾ കൊടുക്കാൻ നിൽക്കേണ്ട. ഓക്കെ. അപ്പോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഓക്കെ, നമ്മൾ അടുത്ത പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത്, നമ്മുടെ ശിലാജിത്ത് അല്ലെ. ശിലാജിത്ത് ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും അല്ലെ. ശിലാജിത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റുകൾ ഇപ്പോഴും കുറച്ചു ദിവസം മുൻപേയും പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടാവും, ഇത് എങ്ങനെ ഇത് യൂസ് ചെയ്യണം മാഡം, ഇതെന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇനി അടുത്ത പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് ആണ് എന്ത്, ശിലാജിത്ത്. എന്താ ശിലാജിത്ത് എന്ന് പറഞ്ഞാല് മലയാളത്തിൽ? കന്മദം എന്ന് പറയും. എങ്ങനെ ഈ കന്മദൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്? നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന അടുത്തൊരു നല്ലൊരു പ്രോഡക്റ്റ് ആണ് എന്ത്, ശിലാജിത്ത്. അപ്പൊ ഈ ശിലാജിത്ത് പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം, അതാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ശിലാജിത്ത് എങ്ങനെയാണ് ഇത് രൂപപ്പെടുന്നത്, ആർക്കെങ്കിലും അറിയോ? ശിലാജിത്ത് എങ്ങനെയാണ് ഇത് കാണപ്പെടുന്നത് എന്നുള്ളത്? ഇത് പ്രധാനമായിട്ടും ഹിമാലയം മേഖലയിൽ നിന്നാണ് ഇത് വ്യാപകമായിട്ട് ശേഖരിക്കുന്നത്. എവിടെയാണ്? ഹിമാലയത്തിൽ. ഇതെങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത്? ഇത് ആയുർവേദത്തില് പ്രധാനമായിട്ട് ഒരു ഔഷധ ഘടകമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു കണ്ടന്റ് ആണ് ഇത് ശിലാജിത്ത് എന്ന് പറയുന്നത്, ഈ കന്മദം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഇത് രൂപപ്പെടുന്നത്? ഇത് സസ്യങ്ങള് അഴുകി പാറകളിലും അതേപോലെ പാറയുടെ വിള്ളലുകളിലൊക്കെ കാണപ്പെടുന്ന അവിടെ നിന്നാണ് ഇത് ശേഖരിക്കുന്നത്. ഇപ്പൊ ഹിമാലയത്തിലൊക്കെ പാറകളിലും ഒക്കെ ഈ പറഞ്ഞ സസ്യങ്ങളൊക്കെ അഴുകിയിട്ടാണ് ഈ ഒരു കന്മദമായിട്ട് ഇത് ഫോം ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ടും ഇന്ന് മാർക്കറ്റില് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ശിലാജിത്തുകൾ കാണാം. അപ്പോ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്താണ്, ഈ ശിലാജിത്ത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നല്ലതിനെ തിരിച്ചറിയാന്ന് പറഞ്ഞ പോലെ ഇത് നമ്മൾ എങ്ങനെ യൂസ്ഫുൾ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പ്രധാനമായിട്ടും ഹിമാലയൻ ശിലാജിത്ത്, അതേപോലെ തന്നെ നേപ്പാൾ ശിലാജിത്ത്, അങ്ങനെ ഒരുപാട് ഓരോ രാജ്യങ്ങളിൽ ഓരോ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് നേപ്പാൾ ശിലാജിത്ത് എന്ന് പറയും. കാരണം അതിന് പൈസയും കൂടുതലാണ്, വളരെ എക്സ്പെൻസീവ് ആണ്, അത് ശരീരത്തിന് ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ശിലാജിത്താണ്. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന് പ്രധാനമായിട്ടും ഈ അയണിന്റെ അഭാവം. നമുക്കറിയാം, രക്തക്കുറവ് ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകളിലും കുട്ടികളിലും ഒരുപാട് കണ്ടുവരുന്ന പ്രശ്നമാണിത്, അയണിന്റെ പ്രശ്നം. അപ്പൊ ഈ രക്തത്തിന്റെ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, HB കുറയുന്ന സമയത്ത്, ഇത് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ശരീരത്തിലെ ഇരുമ്പിന്റെ അഭാവം നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കൂട്ടാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ആണ് എന്ത്, ഈ ഒരു ശിലാജിത്ത്. ഇപ്പൊ നമ്മൾ പറയുന്ന കേൾക്കാം, ഈ രക്തം കുറഞ്ഞിട്ട് ശരീരത്തിലേക്ക് ബ്ലഡ് എക്സ്ട്രാ എല്ലാ ആഴ്ചയിലും ബ്ലഡ് കുത്തിവെക്കുന്നതും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഹീമോഗ്ലോബിൻ കുറവുള്ള ആളുകൾ. ഇപ്പൊ ഹീമോഗ്ലോബിൻ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ 11 to 13 ഇതിന്റെ ഉള്ളിൽ നമുക്ക് HB വേണം. ഇപ്പൊ ചില ആളെ ശരീരത്തിൽ 9 ഉണ്ടാവും, 8 ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താ, ഏത് സമയത്തും നമുക്ക് മരണം പോലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഈ രക്തക്കുറവ്, അനീമിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എന്തുകൊണ്ടും റെക്കമെൻഡ് ചെയ്യാം. ഇതേപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാവുന്ന ക്ഷീണം എന്ന് പറയുന്ന സമയത്ത് HB കുറഞ്ഞാൽ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ക്ഷീണം സ്വാഭാവികമാണ്.
അപ്പോൾ ഈ ക്ഷീണം പോലെയുള്ള പ്രശ്നങ്ങൾ, അമിതമായിട്ടുള്ള ക്ഷീണം, എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന കിതപ്പ്, ഇങ്ങനെയുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് എങ്ങനെ കഴിക്കണം? ഇത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറും വയറ്റിൽ കഴിക്കാം. രാവിലെയോ എന്ത് ചെയ്യാ, രാവിലെ നിങ്ങൾ ഒരു അതിലൊരു ചെറിയൊരു സ്പൂൺ ഉണ്ടാവും. ആ സ്പൂണിൽ നമ്മൾ ഒരു 5 ഗ്രാം എന്നുള്ള അളവിൽ എടുക്കുക. എടുത്തിട്ട് ഇതെന്ത് ചെയ്യാം, നമ്മൾ വെറും വയറ്റിൽ കഴിക്കാം. ഇത് നമുക്ക് പാലിലൊക്കെ വേണമെങ്കിൽ കലക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇത് വെറുങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കഴിക്കാൻ പറ്റും. അപ്പോ നമ്മള് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാനേജ്മെന്റ് വെൽനസ് കാറ്റഗറിയിൽ നമ്മൾ ഓരോ പ്രൊഡക്ട്സും പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. അപ്പോ ഇന്ന് പറയുകയാണെങ്കിൽ വെൽനസ് പ്രൊഡക്റ്റിൽ തന്നെ നമ്മൾ 4 കാറ്റഗറി ആയിട്ട് നമ്മളെ പ്രൊഡക്ട്സിനെ തരംതിരിച്ചിട്ടുണ്ട്. ഈ വെൽനസ്സിൽ ഏതൊക്കെയാണ് ആർക്കെങ്കിലും അറിയോ? ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ ട്രെയിനിങ്ങിലൊക്കെ കയറുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട്. അപ്പൊ നമ്മുടെ വെൽനസ് പ്രോഡക്റ്റുകളിൽ നമുക്ക് 4 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണത്? ഈ ഡീടോക്സിഫിക്കേഷൻ, അതേപോലെ തന്നെ പ്രിവെൻഷൻ, അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി, മാനേജ്മെന്റ്. ഇപ്പൊ മാനേജ്മെന്റിലുള്ള ഏറ്റവും അവസാനത്തെ പ്രോഡക്റ്റ് ആണ് എന്ത്? നമ്മൾ ഈ പറഞ്ഞ ശിലാജിത്ത് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ്. അപ്പൊ നമ്മൾ ഈ ശിലാജിത്ത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഭക്ഷണത്തിന് മുൻപേ വെറും വയറ്റിൽ നമ്മൾ ഇതൊരു ഒരു കുഴമ്പ് എന്ന് പറയാൻ പറ്റൂല, ആ ഒരു ഫോമില ഉണ്ടാവുക. അതിൽ നമ്മൾ കുറച്ച് ഒരു പയറുമണി വലുപ്പത്തിൽ എന്ത് ചെയ്യുക, രാവിലെ നമ്മൾ വെറും വയറ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇത് എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യുക. ഇത് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് മാക്സിമം ഒരു 10 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അതേപോലെ ശിലാജിത്ത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ വൈറ്റമിൻ D3, ഇത് നമ്മുടെ ലാസ്റ്റ് സ്ലൈഡാണ്. ഒരുപാട് പ്രൊഡക്ട്സിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഇപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ D3 നിങ്ങൾ എന്ത് ചെയ്യണം, എന്തിനോട് കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം? ഈ ഓർത്തോ ജോയിന്റ് ഷീൽഡിന്റെ കൂടെ തന്നെ മണി കാൽസ്യത്തിന്റെ കൂടെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്ത്? വൈറ്റമിൻ D3. അപ്പൊ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ മുൻപ് ഈ പറഞ്ഞ പോലെ സ്റ്റെം സെൽസിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാസ്റ്റ് സ്ലൈഡ്സ് ആണ്. ഞാൻ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കോമ്പിനേഷൻസ് പറഞ്ഞുതരാം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കുഞ്ഞാമിന മാഡം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാഡം കുറച്ച് കോമ്പിനേഷൻസ് നമ്മളെ പ്രോഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത്. കാരണം ഈ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയാം, നിങ്ങൾ ഈ ഡയബറ്റിക് കെയറും അതേപോലെ തന്നെ നമ്മുടെ ഈ തൈറോയിഡിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് തൈറോ കെയറിനൊക്കെ നല്ല റിസൾട്ട് ആണ്. കാരണം ബ്ലഡിലൊക്കെ ഈ അലിഞ്ഞിട്ടുണ്ടാവുന്ന ബ്ലഡിൽ ഉണ്ടാവുന്ന തൈറോയിഡ് പ്രശ്നം 20-ൽ നിന്നും 10-ലേക്കും, അതേപോലെ തന്നെ കാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളൊക്കെ നമ്മൾ ഈ പ്രൊഡക്ട്സുകൾ നിങ്ങൾ മരുന്നൊന്നും നിർത്താൻ വേണ്ടി ദയവ് ചെയ്തിട്ട് ഒരാളോട് പറയരുത്. അവര് കഴിക്കുന്ന മെഡിസിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പ്രോഡക്ട്സുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. അപ്പൊ കഴിവതും എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ തൈറോയിഡിൻ്റെത്, അതേപോലെ തന്നെ BP കെയർ, അതേപോലെ തന്നെ ഡയബറ്റിക് കെയർ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാം. വൈറ്റമിൻ D3 ഈ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ D, മുട്ടുവേദന ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വൈറ്റമിൻ ഡിന്റെ ടെസ്റ്റ്, ഇത് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഏത് കസ്റ്റമർക്കും നമ്മൾ ഈ പ്രൊഡക്ട്സിന്റെ റിസൾട്ട് അല്ലാത്തതല്ല പ്രശ്നം, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളെ പോരായ്മയും അവർക്ക് ഇത് കൃത്യമായിട്ട് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ആ ഒരു അറിവ് നമ്മൾ കൊടുക്കാത്തതാണ് പല പ്രോഡക്ട്സും റിസൾട്ട് കിട്ടാത്തതിന്റെ ഉള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടും നല്ല നോളജ് നമ്മൾ മാക്സിമം നേടുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ കോമ്പിനേഷൻസ് ഒരുപാടുണ്ട്. ഇനി ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തില് കോമ്പിനേഷൻസ് അറിയണമെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ ഈ പറഞ്ഞ മെസ്സേജിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചോദിച്ചാൽ ഞാൻ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഡയബ കെയർ എന്ന് പറഞ്ഞ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ്, ഈ ഡയബ കെയറിന്റെ കൂടെ നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ സ്പിരുലിന ക്യാപ്സൂൾ. സ്പിരുലിന എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ സ്പിരുലിന ക്യാപ്സൂള് പ്രധാനമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഡയബറ്റിക് പേഷ്യൻസിന് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റും കൂടി കൊടുക്കുക. കാരണം HbA1c ഈ പറഞ്ഞ 8 പോയിന്റിന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് കൊടുക്കുക, നമ്മുടെ ഈ ഒരു ഡയബ കെയറിന്റെ കൂടെ തന്നെ സ്പിരുലിന എന്ന് പറയുന്ന ഈ ഒരു ക്യാപ്സൂളും കൂടി
അതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കോമ്പിനേഷൻസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ ചോദിക്കാം, ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സുകൾ നമ്മളെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഏകദേശം നമ്മൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സുകൾ ഉണ്ട്. എല്ലാ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടും നല്ല ധാരണ നമുക്ക് ഉണ്ടാവണം. കാരണം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഇപ്പൊ പ്രത്യേകിച്ചിട്ട് ഒമേഗ 369 അല്ലെ, ഒമേഗ 369 എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഒമേഗ 369 എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്ട്സുകൾ ഉണ്ട്. ഒമേഗ 3 ആയിട്ടും ഒമേഗ 6 ആയിട്ടും ഒമേഗ 9 ആയിട്ടും ഒക്കെ. അപ്പൊ ഒമേഗ 369 എന്ന് പറയുന്ന സമയത്ത് ഇത് മൂന്നും ഒമേഗ 3യും ഒമേഗ 6ഉം അതേപോലെ തന്നെ ഒമേഗ 9ഉം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിത് എവരിഡേ യൂസ് ചെയ്യാം കേട്ടോ. വൈറ്റമിൻ D3 ഒരു മാസം തുടർച്ചയായിട്ട് യൂസ് ചെയ്യാം. ഒരു മാസമാണ് അതിന്റെ കണക്ക്. ഒരു മാസം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക വൈറ്റമിൻ D3. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഒമേഗ 369 എന്താ ഇതിന്റെ ഗുണം? നമുക്ക് ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ട ഐറ്റംസ് ആണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ, ഒമേഗ 3യും 6ഉം 9ഉം. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണ്, നമ്മുടെ ഈ ചിയ സീഡ്സ്, അതേപോലെ തന്നെ നമ്മുടെ വാൽനട്ട്, ഇതൊക്കെയാണ് ഇതിൽ നിന്നൊക്കെ എടുക്കുന്ന മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് ഈ ഒമേഗ 369 യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ കഴിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒമേഗ 369 ഒരു 2 മാസം തുടർച്ചയായിട്ട് ഇത് കഴിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ആർക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് പ്രധാനമായിട്ട് ആർക്കൊക്കെ നിങ്ങൾ കൊടുക്കണം, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഹാർട്ട് പേഷ്യൻസിന് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇത് ഒമേഗ 369. ഓക്കെ, അപ്പൊ ഒമേഗ 369 നമ്മൾ എന്ത് ചെയ്യുക, മിനിമം 2 മാസം തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ അതും എങ്ങനെ കഴിക്കുക, നമ്മൾ ഒരു നേരമായിട്ട് കഴിക്കുക, ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. ഒരു കാരണവശാലും വെറും വയറ്റിൽ നമ്മൾ കഴിക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, ഒമേഗ 369 ഒക്കെ ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. ഇനി അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഡയബ കൺട്രോൾ പ്ലസിന് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, 3 മാസം HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രൊഡക്ട്സുകൾ കൊടുക്കുക. കാരണം പ്രധാനമായിട്ടും ടെസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു വേരിയേഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂല, കസ്റ്റമർക്ക് അതൊരു ഡൗട്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യുക, HbA1c സാധാ നമ്മുടെ ഫാസ്റ്റിങ്ങിൽ ചെയ്യുന്ന ടെസ്റ്റിന് പകരം എന്ത് ചെയ്യുക, HbA1c ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് എടുക്കുക. 3 മാസം തുടർച്ചയായിട്ട് നമ്മുടെ ഈ പ്രൊഡക്ട്സുകൾ കൊടുക്കുക. ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പ്രൊഡക്റ്റ് വെൽനസ് പ്രൊഡക്റ്റുകളും അതിന്റെ കൂടെ കോംബോ ആയിട്ട് കൊടുക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പൊ മാനേജ്മെന്റിൽ നമ്മൾ പറഞ്ഞ സെക്ഷൻസ് ഒക്കെ കഴിഞ്ഞു, പ്രൊഡക്ട്സുകൾ കഴിഞ്ഞു. അപ്പോ വെൽനസിൽ വരുന്ന 4 കാറ്റഗറിയിൽ ഡീടോക്സിഫിക്കേഷൻ, അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പ്രിവെൻഷൻ, ഡയബ കെയർ ആഫ്റ്റർ ഫുഡ്. യെസ്, ഒരു കാരണവശാലും വെറും വയറ്റിൽ നമ്മൾ കഴിക്കരുത്. ഭക്ഷണത്തിന് ശേഷം 1 വീതം 2 നേരമായിട്ട് കഴിക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. ഇപ്പൊ ഈ HbA1c ചില ആളുകൾക്ക് 15 ഒക്കെ കണ്ടിട്ടുണ്ട്, 15 ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. കാരണം എപ്പോഴും ശ്രദ്ധിക്കുക, വളരെ ഡേഞ്ചർ കണ്ടീഷൻ ആണ്. അപ്പൊ ഈ സമയത്ത് 10ന്റെ മുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു ചെറിയൊരു ടിപ്പ് പറയാം. നിങ്ങൾ കഴിയുന്നത് 3 നേരമായിട്ട് ഈ പറഞ്ഞ ടാബ്ലറ്റ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ നമ്മുടെ 15 ഒക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾ 3 നേരമായിട്ടൊക്കെ കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സിന്റെ നമ്മളെ വാട്ടർ കൃത്യമായിട്ട് ബയോമാഗ്നറ്റിക് വാട്ടർ കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഡയബ കെയർ ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം പ്രൊഡക്ട്സിനെ പറ്റിയിട്ട്. അപ്പൊ നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. മീറ്റിങ്ങിന്റെ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ ലിവർ കെയർ ജ്യൂസ് ഉണ്ട്. ഈ ലിവർ കെയർ ജ്യൂസിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്തും കൂടി കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ ലിവർ കെയർ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാ? ഒന്ന് ഈ ലിവർ സംബന്ധമായിട്ട് ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെ, അതേപോലെ തന്നെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലായിട്ട് ഉള്ള ആളുകൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലിവർ കെയർ ജ്യൂസ് നമുക്ക് യൂസ് ചെയ്യാം. ഈ ലിവർ കെയർ ജ്യൂസിന്റെ കൂടെ തന്നെ നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്, കാരണം നമ്മളെ കരളിനെ നമ്മൾ ഡീടോക്സിഫൈ ചെയ്യണം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു
പ്രോഡക്റ്റ് ആണ്, 2 പ്രോഡക്റ്റ് ആണ്. ഒന്ന് നിങ്ങൾക്ക് ഓൾ ഫ്യൂൽ ജ്യൂസ് കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുക, ഓൾ ഫ്യൂൽ ജ്യൂസ് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ മോർണിംഗ് ഫ്രഷ് ചുരാനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റിന്റെ കൂടെ കോംബോ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇത് കഴിക്കുന്ന സമയത്ത് അവരോട് എന്ത് പറയണം, ഒരു 3 മാസം തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറയാം. ഇനി ലിവർ കെയർ ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫാറ്റി ലിവറിന് ടെസ്റ്റ് ഒക്കെ ചെയ്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ 3 മാസം 6 മാസം മുമ്പൊക്കെ ആയിരിക്കും ഈ ചെക്കപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് അവരെ കൊണ്ട് ഈ ഫാറ്റി ലിവറിന്റെ എന്ത് ചെയ്യുക, ചെക്കപ്പ് നടത്തിയ ആ ഒരു ലിസ്റ്റ് നിങ്ങളെ കയ്യിൽ വെക്കുക. എന്നിട്ട് അവരോട് ഒരു 3 മാസം തുടർച്ചയായിട്ട് നമ്മുടെ ഈ ഒരു ലിവർ കെയർ ജ്യൂസ് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ നമുക്ക് കോംബോ ആയിട്ട് കൊടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് ഞാൻ പറഞ്ഞ ഓൾ ഫ്യൂൽ ജ്യൂസും കൊടുക്കാം. അതേപോലെ തന്നെ മോർണിംഗ് ഫ്രഷ് ചുരാൻ, ഈ പ്രോഡക്റ്റും നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാം നല്ല നല്ല പ്രോഡക്ട്സുകളാണ്, നല്ല റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ്. അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അതേപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ക്യാൻ യു എക്സ്പ്ലെയിൻ, ഓക്കെ പറഞ്ഞു തരാം. അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മളെ ശരീരത്തിൽ ഈ പറഞ്ഞ പോലെ കിഡ്നി കെയർ, ഇപ്പൊ ചില ആള് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ ശരീരത്തിൽ ഒരുപാട് ഈ പറഞ്ഞ പ്രോഡക്ട്സുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരുമിച്ചിട്ട് നമ്മൾ ഒരു കാരണവശാലും പ്രൊഡക്ട്സുകൾ ഒറ്റയടിക്ക് കഴിക്കണ്ട. കാരണം സദ്യ കഴിച്ച ഫീല് പോലെ ഉണ്ടാവും. കാരണം ഓരോ പ്രൊഡക്ട്സുകളും നമ്മൾ കഴിക്കുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യണം, കൃത്യമായിട്ട് എന്താണോ നിങ്ങളെ ലീഡേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞത്. ഇപ്പൊ ഒരു അസുഖത്തിന് കഴിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ട് ആ പ്രൊഡക്ട്സ് ആ സമയത്ത് മാത്രം ഒരു 3 മാസത്തെ തുടർച്ചയായിട്ട് കഴിക്കുമെങ്കിൽ 3 മാസം തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക പ്രൊഡക്ട്സുകൾ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ലിക്വിഡ് ഫോംസ് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഒരാഴ്ച എത്തണം എന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം, കസ്റ്റമറോട് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മിനിമം ഒരു 3 months നിങ്ങൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത എന്തെങ്കിലും ഡൗട്ട്സ്? മോർണിംഗ് ഫ്രഷ് ഡെയിലി നമുക്ക് കഴിക്കാം, ഡെയിലി കഴിക്കാം. നമ്മൾ ഡീടോക്സിഫിക്കേഷനിൽ പ്രധാനമായിട്ട് പറഞ്ഞതാണ് നമ്മൾ എന്താണ് ഈ പറഞ്ഞ ഒരു 3 മാസം തുടർച്ചയായിട്ട് നമ്മൾ കഴിക്കുക, ഡെയിലി കഴിക്കുക. ഡെയിലി കഴിക്കുക എന്ന് പറയുമ്പോൾ രാത്രിയായിട്ട് കഴിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്? കിഡ്നി പേഷ്യൻസിന് ഉപയോഗിക്കാൻ പാടില്ലാത്തെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ കിഡ്നി കെയറിന്റെ ഈ ഒരു ലിക്വിഡ് ഫോം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ പ്രോഡക്ട്സുകളും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അവർക്ക് കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, അവരെടുക്കുക, ഈ ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് ഈ വെള്ളം പോലും കൂടുതൽ അവർക്ക് കഴിക്കാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ രീതിയിൽ അവരോട് കിഡ്നി പേഷ്യൻസ് ആണെങ്കിൽ മാക്സിമം കിഡ്നി കെയർ ജ്യൂസ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രോഡക്ട്സുകളും നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം, ധൈര്യത്തിൽ കൊടുക്കാം. പ്രോട്ടീൻ ലോസ് ഇഷ്യൂസ് ആണെങ്കിൽ നിങ്ങൾ നമ്മളെ പ്രോട്ടീൻ പൗഡർ പരിചയപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മുടെ സ്പിരുലിനയും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഇനി അടുത്ത എന്താണ്, യൂറിക് ആസിഡിന്റെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കുക, ഈ കിഡ്നി കെയറിന്റെ ഈ ജ്യൂസ് നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മളെ ബയോമാനറ്റിക്കിന്റെ വാട്ടർ നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്.
പ്രോട്ടീൻ ലോസ് പ്ലസ് യൂറിക് ആസിഡ് പ്ലസ് അനീമിയ. ഞാൻ പറഞ്ഞ പോലെ എന്ത് കൊടുക്കുക, നിങ്ങൾ പ്രോട്ടീൻ പൗഡർ, പ്രോട്ടീൻ പൗഡർ നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് പരിചയപ്പെടാം. പ്രോട്ടീൻ പൗഡർ, അതേപോലെ തന്നെ യൂറിക് ആസിഡിന് ഈ പറഞ്ഞ ബയോമാഗ്നറ്റിക് വാട്ടർ നന്നായിട്ട് കുടിക്കുക. കാരണം ഒറ്റ മാസം കൊണ്ട് 9 ഉള്ള ആളുകൾക്ക് 7-ലും 6-ലൊക്കെ നമ്മുടെ ഈ യൂറിക് ആസിഡ് എത്തിയിട്ടുണ്ട് ഒറ്റ മാസം കൊണ്ട്. ഇനി അനീമിയ പോലെയുള്ള പ്രശ്നമാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് ഏറ്റവും ഫസ്റ്റ് നമ്മുടെ ശിലാജിത്തും കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ അയൺ ക്യാപ്സൂൾ ഉണ്ട്. അയൺ ക്യാപ്സൂൾ ഒക്കെ നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അത് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആക്കേണ്ടതുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി ടു റെഡ്യൂസ് ഫാറ്റ് വാട്ട് കോമ്പിനേഷൻ. റെഡ്യൂസ് ഫാറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കാം? മോർണിംഗ് ഫ്രഷ് ചുരാൻ കൊടുക്കാം. അതേപോലെ തന്നെ ഫാറ്റ് ലോസ് ജ്യൂസ് ഉണ്ട്, അതും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. പ്രോട്ടീൻ ലോസ് ഇഷ്യൂസ് ഉള്ളവരെങ്കിൽ സേഫ് പ്രോട്ടീൻ പൗഡർ റെക്കമെൻഡ് ചെയ്യാം. ഇനി മോർണിംഗ് ചൂർണം ചൂടുവെള്ളത്തിലാണ് കഴിക്കേണ്ടത്. യെസ്, ചൂടുവെള്ളത്തിലാണ് കഴിക്കേണ്ടത്. ചൂടുവെള്ളത്തിൽ നിങ്ങൾ എങ്ങനെ കഴിക്കണം? ഭക്ഷണത്തിന് ശേഷമാണ് കഴിക്കേണ്ടത്. രാത്രി, പേര് രാവിലെ ആണെങ്കിലും രാത്രി എന്ത് ചെയ്യുക? ഭക്ഷണത്തിന് ശേഷം. ചില ആൾക്കാര് ഫോൾട്ട് പറ്റിയിട്ടുണ്ട്, ഭക്ഷണത്തിന് മുമ്പേ കഴിച്ചിട്ട് അതിന് ശേഷം ഭക്ഷണം കഴിക്കും. അങ്ങനെയല്ല, ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്നതിന്റെ ഒരു ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മുമ്പ് എന്ത് ചെയ്യുക? ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഒരു 5 ഗ്രാം നമ്മുടെ മോർണിംഗ് ഫ്രഷ് എടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ചൂടുവെള്ളത്തിൽ എന്ത് ചെയ്യുക? കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. കാൽസ്യം ബിഫോർ ഫുഡാണോ ആഫ്റ്റർ ഫുഡാണോ? മണി കാൽസ്യം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആഫ്റ്റർ ഫുഡ്. ഓക്കെ, ബിഫോർ ഫുഡ് അല്ല. ലിവർ കെയർ ഉപയോഗിക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷം ഒരു 25 മുതൽ 30 ml. ആ ഒരു ലിക്വിഡിന്റെ മുകളിൽ തന്നെ എന്തുണ്ട്? അതിന്റെ ആ ഒരു മൂടിയുണ്ട്, ആ ഒരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് ഇത് ഭക്ഷണത്തിന് ശേഷം എന്ത് ചെയ്യുക? രാവിലെയും രാത്രിയായിട്ട് കഴിക്കുക, ഭക്ഷണത്തിന് ശേഷം. ഓക്കെ. കിഡ്നി സ്റ്റോൺ ജ്യൂസ് പിത്താശയത്തിൽ കല്ലുള്ളവർക്ക് ഉപയോഗിക്കാമോ? യെസ്, ഓഫ് കോഴ്സ്, കഴിക്കാൻ പറ്റും. വെരിക്കോസ് കോമ്പിനേഷൻ പ്ലീസ്. വെരിക്കോസിന് നമുക്ക് ഓൾ ഫ്യൂവൽ ജ്യൂസ് റെക്കമെൻഡ് ചെയ്യാം. ഓൾ ഫ്യൂവൽ. തൈറോയ്ഡ് ഉള്ള ആളുകൾക്കും ഓൾ ഫ്യൂവൽ ജ്യൂസ് ഏറ്റവും ബെസ്റ്റ് ആണ്. ഓൾ ഫ്യൂവൽ. Can you explain the amino acids quantity in plant-based protein? പ്രോട്ടീൻ പൗഡർ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഒരു ആരോഗ്യവാനായ ഒരു വ്യക്തിയാണ്, ഒരു അഡൾട്ട് പേഴ്സൺ ആണെങ്കിൽ ഒരു ഗ്രാം 0.8 to 1 gram പ്രോട്ടീൻ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഒരു ദിവസം ആവശ്യമാണ് വെയിറ്റിനനുസരിച്ച്. ഓക്കെ. അപ്പോൾ അമിനോ ആസിഡ്സിന്റെ ഇതിനൊക്കെ ഈ പ്ലാന്റ് ബേസ്ഡ് നമ്മുടെ പ്രോട്ടീൻ പൗഡറും അയൺ ക്യാപ്സൂളിനെ പറ്റിയൊക്കെ നമ്മൾ എങ്ങനെ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡയബ കെയർ ആഫ്റ്റർ ഫുഡ് ആണ്. ബോഡി ഹീറ്റിന് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അത് റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തൻസീറ മാഡത്തിന്റെ ടീമിലുള്ള നജ്മ മാഡത്തിന് നമ്മുടെ ഈ പറഞ്ഞ സ്റ്റെംസെൽ, ട്രിപ്പിൾ സ്റ്റെംസെല് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അവരെ ഒരുപാട് എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട് പല മീറ്റിംഗ്സിലും. അപ്പൊ അതൊന്ന് യൂസ് ചെയ്യാം. മോസ്റ്റ് ഓഫ് അവർ പ്രോഡക്ട്സ് ആഫ്റ്റർ ഫുഡ്. ആഫ്റ്റർ ഫുഡ് ആണ് വരുന്നത്. അതില്
നിങ്ങൾക്ക് കിഡ്നി സ്റ്റോണിന്റെ ഈ ഒരു കിഡ്നി കെയർ ജ്യൂസ്, ഇപ്പൊ കിഡ്നി സ്റ്റോണ് അതേപോലെ തന്നെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള ആളുകളുണ്ട്. ഈ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ ഇത് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു ചെറിയൊരു ടിപ്പ് പറയാം. രാവിലെ എഴുന്നേറ്റിട്ട് പല്ല് തേക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഈ കിഡ്നി കെയർ ജ്യൂസ് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് കുടിച്ചു നോക്കുക. ഓക്കെ, കാരണം രാവിലെ വെറും വയറ്റിൽ കഴിക്കുമ്പോൾ നല്ല എഫക്റ്റ് ഉണ്ടാവും. ഈ മൂത്രത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇൻഫെക്ഷൻ, അതേപോലെ കിഡ്നിയിലെ സ്റ്റോൺ ഒക്കെ ഉള്ള ആളുകൾക്ക് അങ്ങനെ യൂസ് ചെയ്ത് നോക്കുക. ബാക്കി എല്ലാ പ്രോഡക്ട്സുകളും നമ്മൾ മാക്സിമം ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പ്രോട്ടീൻ ലോസ് മൈക്രോ ആൽബുമിൻ റേഷ്യോ ഹൈ ആയതുകൊണ്ട് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അത് ശരി തന്നെയാണ്. പക്ഷെ നമുക്കിപ്പോ മാർക്കറ്റ് കിട്ടുന്ന പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാല്, ഇപ്പൊ നേരത്തെ അനു മാഡം പറഞ്ഞിട്ടുണ്ട്, പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനും പൗഡറും അതേപോലെ മാർക്കറ്റ് കിട്ടുന്നെന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡ് ഉണ്ടാവും. അപ്പൊ ഈ സ്റ്റിറോയിഡ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പ്രോട്ടീൻ പൗഡറിൽ കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുക. അപ്പൊ ഈ പ്ലാന്റ് ബേസ്ഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ മൈക്രോ ആൽബുമിൻ റേഷ്യോ നമുക്ക് എന്ത് ചെയ്യുക, അവരുടെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് ഒരു മാസം എന്ത് ചെയ്യുക, ഇത് യൂസ് ചെയ്യുക. അത് കുറച്ച് ക്വാണ്ടിറ്റി. ഇതൊക്കെ നമ്മൾ അടുത്ത പ്രോട്ടീൻ പൗഡറിന്റെ സെക്ഷൻ വരുന്നുണ്ട്, അപ്പൊ നമുക്കത് മനസ്സിലാക്കാം. ഇമ്മ്യൂണോമാക്സ് കഴിക്കേണ്ട വിധം ഭക്ഷണത്തിന് ശേഷം 1 വീതം 2 നേരമായിട്ട്. ഫോർ ഡയാലിസിസ് പേഷ്യന്റ്, എന്താണ് ഡയാലിസിസ് പേഷ്യന്റിന് ഒന്നും ഇപ്പൊ തൽക്കാലം അധികം നമ്മൾ കൊടുക്കണ്ട. അവർക്ക് നമ്മളിപ്പോ മെനഞ്ഞാന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു റിസൾട്ടിന്റെ വീഡിയോ വന്നിട്ടുണ്ട്. ഒരു മാഡം ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ചെയ്ത ആ ഒരു റിസൾട്ട്, 2 ആഴ്ച കൊണ്ട് കിട്ടിയ റിസൾട്ട്. നമ്മളെ പ്രോഡക്റ്റ് ഏതാണ്, ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ്. അപ്പൊ ആ വെള്ളം കുടിച്ചിട്ടും ആ മാട്രസിൽ കിടന്നിട്ടും ഒക്കെ നല്ല റിസൾട്ട് അവർക്ക് 2 ആഴ്ച കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോ മാക്സിമം നമ്മൾ വെൽനസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവർ റിക്കവർ ആയതിനു ശേഷം എന്ത് ചെയ്യുക, നമുക്ക് റെക്കമെൻഡ് ചെയ്യാം നമ്മളെ പ്രോഡക്ട്സുകൾ. കാരണം വേറൊന്നും കൊണ്ടല്ല, കിഡ്നിക്ക് പെട്ടെന്ന് ഇത് അബ്സോർബ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. മെമ്മറി ജ്യൂസ് എങ്ങനെ ഉപയോഗിക്കണം? മെമ്മറി ജ്യൂസ് ഭക്ഷണത്തിന് ശേഷം നന്നായി ഷേക്ക് ചെയ്യുക. 25 മുതൽ 30 ml ഭക്ഷണത്തിന് ശേഷം രാവിലെ രാത്രിയായിട്ട് കഴിക്കുക. അതെ, ലാക്റ്റിക് ആസിഡ് അലർജി ഉള്ളവർക്ക് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ പൗഡർ ബെറ്റർ ഓപ്ഷൻ. യെസ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ പ്രോഡക്ട്സ് നമ്മളെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന പുതിയ പ്രോഡക്ട്സിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് പ്രോഡക്ട്സുകൾ ഒരുപാട് പ്രോഡക്ട്സുകൾ നമ്മളെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഓരോന്നും ഓരോ സെക്ഷൻ ആണ് അല്ലെ. ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സുകൾ നമ്മളെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപാര റിസൾട്ടുകളാണ് ഓരോ ദിവസവും നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വെൽനസ് പ്രോഡക്റ്റുകൾ നന്നായിട്ട് വെൽനസിൽ നിങ്ങൾ നല്ല മാസ്റ്റർ ആകുക. കാരണം ഇവിടെ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. മെമ്മറി ജ്യൂസ് എല്ലാവർക്കും കഴിക്കാം, പ്രശ്നമില്ല. ഷുഗർ പേഷ്യൻസിന് അടക്കം യൂസ് ചെയ്യാം. ഓക്കെ, കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ഒരു 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കുക, റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മുടെ ഈ എല്ലാ പ്രൊഡക്ട്സുകളും ഈ എസ്പെഷ്യലി വെൽനസിൽ നമ്മൾ നല്ല മാസ്റ്റർ ആവുക. എങ്ങനെ മാസ്റ്റർ ആവുക? നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൽ കൺഫ്യൂഷൻ ഇല്ലാത്ത വിധത്തിൽ നമ്മൾ ഒരാളെടുത്ത് സംസാരിക്കുക, പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ട് ആ പ്രോഡക്റ്റ് ഉറപ്പായിട്ട് നമുക്ക് സെയിൽ ആവും. അതേപോലെ തന്നെ നമ്മളെ ഈ പ്രൊഡക്ട്സുകൾ നമ്മൾ നാട്ടുകാർക്ക് മൊത്തം കൊടുത്തിട്ട് നമ്മൾ മാത്രം യൂസ്ഫുൾ ആക്കാത്ത രീതിയിലേക്ക് മാറരുത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. മോർണിംഗ് ഫ്രഷ് ചുരാന്റെ ടേസ്റ്റ് എന്താണ്? ആർക്കെങ്കിലും അറിയോ? എന്താ മോർണിംഗ് ഫ്രഷ് ചുരാന്റെ ടേസ്റ്റ്? എനിബഡി? ആർക്കെങ്കിലും അറിയോ മോർണിംഗ് ഫ്രഷ് ചുരാന്റെ ടേസ്റ്റ് എന്താണ്? പറയൂ, ആർക്കറിയാം? നിങ്ങൾ ഇത് യൂസ് ചെയ്തിനോ എന്നുള്ളത് നോക്കട്ടെ.
ആർക്കൊക്കെ അറിയാം? മോർണിംഗ് ഫ്രഷിന്റെ ടേസ്റ്റ് ആർക്കൊക്കെ അറിയാം? യെസ്, പുളിപ്പ് അല്ലേ? യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം, ലൈറ്റ് പുളിപ്പാണ്. ഇതെല്ലാം യൂസ് ചെയ്യുക. ചില ആള് നിങ്ങളോട് ചോദിക്കും പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എന്താ അതിന്റെ ടേസ്റ്റ് എന്താ? പ്രത്യേകിച്ച് ആയുർവേദ പ്രൊഡക്ട്സുകൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവർ പറയും ഇത് ചവർപ്പാണോ? ഒന്നാമത് പേര് ചുരാൻ എന്നാണ്, ചൂർണം എന്നാണ്. ചൂർണം ചവർപ്പാണോ, കയ്പാണോ, മധുരാണോ, എങ്ങനെയാന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം നമ്മള് ഇതിന്റെ ടേസ്റ്റ് പുളിപ്പാണ്. ഈ നമ്മൾ പറഞ്ഞ പോലെ ഡീടോക്സിഫിക്കേഷൻ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യാം. നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു കാര്യമുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കായത്തിന്റെ രുചി എന്നൊക്കെ പറയണ്ട അല്ലെ, ലൈറ്റ് ആയിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്കൊരു സെക്ഷൻ ഉണ്ട്, വേറൊന്നുമല്ല, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം. നമുക്ക് ഇനി പേഴ്സണൽ കെയറിനെ പറ്റി പഠിക്കണ്ടേ, സ്കിൻ കെയർ, ഹെയർ കെയർ പഠിക്കണ്ടേ? ആർക്കൊക്കെ താല്പര്യമുണ്ട് സ്കിന്നും ഹെയറും? നമ്മളെ കമ്പനി ഒരുപാട് പ്രൊഡക്ട്സുകൾ സ്കിൻ ആൻഡ് ഹെയറിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. പക്ഷെ ഇത് എനിക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. അത് ജെൻസ് വിചാരിക്കുന്നത് കമ്പനി മാർക്കറ്റ് ചെയ്ത എല്ലാ പ്രൊഡക്റ്റ് പെണ്ണുങ്ങൾക്ക് മാത്രമാണ്, ആണുങ്ങൾക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ബോത്ത് വുമൺ ആൻഡ് മെൻ രണ്ടുപേർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സുകളാണ്. അപ്പൊ അതെങ്ങനെ, നമ്മളെ സ്കിന്നെ എങ്ങനെ, ഇതൊക്കെ നമുക്കൊന്ന് പഠിക്കണ്ടേ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക, പ്രൊഡക്റ്റ് നോളജ് നന്നായിട്ട് വർദ്ധിപ്പിക്കുക. ഞാനും പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാ പ്രൊഡക്ട്സുകൾ നമ്മൾ യൂസ് ചെയ്യുക. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നമ്മളെ പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുക. വീട്ടിലുള്ള ആളുകൾക്കൊക്കെ വീട്ടിലെപ്പോഴും ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മളെല്ലാ പ്രൊഡക്ട്സുകളും നിങ്ങൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് അയൺ ക്യാപ്സൂളിനെ പറ്റി പഠിക്കാനുണ്ട്, പ്രോട്ടീൻ പൗഡറിനെ പറ്റി പഠിക്കാനുണ്ട്. നമ്മളെ സൗന്ദര്യ വേദ എന്ന് പറഞ്ഞിട്ട് പുതിയ സെക്ഷൻ ഒക്കെ ഉണ്ട്. പ്രൊഡക്ട്സിന്റെ പാക്കേജ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോ ഒരുപാട് സ്കിന്നൊക്കെ നമ്മൾ പഠിക്കണ്ടേ അല്ലെ. സ്കിന്ന് നന്നായിട്ട് എങ്ങനെ മാനേജ് ചെയ്യണം, നമ്മുടെ സൺസ്ക്രീൻ എങ്ങനെ യൂസ് ചെയ്യണം, നമ്മുടെ വൈറ്റമിൻ സി സീറം, ഇതൊക്കെ എന്തിനാ യൂസ് ചെയ്യുന്നത്, വൈറ്റമിൻ സി സീറം ഉപയോഗിച്ചിട്ട് മുഖം പൊള്ളിപ്പോവോ, ഇങ്ങനെയുള്ള പല ഡൗട്ട്സുകളും പലയാളും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പരിഹാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ഈ ഒരു മാനേജ്മെന്റ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. വെൽനസ്സിൽ 4 കാറ്റഗറികൾ എന്തൊക്കെയാണ്? ഡീടോക്സിഫിക്കേഷൻ, അതേപോലെ തന്നെ നമ്മുടെ പ്രിവെൻഷൻ അഥവാ ഇമ്മ്യൂണിറ്റി, അതേപോലെ തന്നെ എന്താണ് ന്യൂട്രീഷൻ ആൻഡ് മാനേജ്മെന്റ്. ഇത് കൃത്യമായ രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്താൽ കസ്റ്റമർക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വർക്കൊക്കെ കഴിഞ്ഞ് നമ്മളെ പിലാത്ര BOP ഒക്കെ കഴിഞ്ഞ് ഒരു വർക്ക് കഴിഞ്ഞ് പെട്ടെന്ന് ഷടപടയെന്ന് വന്നാണ്. ടെക്നിക്കലി ചെറിയൊരു സ്ലോ ഉണ്ടായിരുന്നു, അതിനെല്ലാവരും ക്ഷമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിലേക്ക് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഇത്ര സമയം നിങ്ങൾ ഈ ഒരു മീറ്റിംഗിൽ ഇരുന്നതിൽ. എല്ലാവർക്കും നന്ദി, ഒരുപാട് താങ്ക്സ്. ഓക്കെ.